ആയിക്കോട്ടെ. എൻ്റെ പേര് വിജയകുമാറിനാണ്. 75 പ്രദേശം തിരുവനന്തപുരമാണ്. 75 ഞാനിവിടെ വന്നതാണ്. പൊൻകുന്നത്ത് വന്നതാണ്. ഞാനൊരു മെക്കാനിക്കായിരുന്നു. അന്നത്തെ അനുഭവം വെച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോയി. സ്ട്രോക്ക് പേഷ്യൻ്റ് വന്നിട്ട് 12 വർഷമായി. പിന്നെ ഇപ്പം സ്ഥലം ഡിസ്പോസ് ചെയ്തു. ഇപ്പോൾ താമസിക്കുന്നത് KVMS ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലാണ്. ഭാര്യ കൊണ്ട് 2 പെൺകുട്ടികളെ, 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. 2 പേർക്കും ജോലിയുണ്ട്. MS ബി.എഡുകാരി ഒരാൾ, മറ്റേ ആൾ IT ഫീൽഡ് പഠിപ്പിച്ചത്. സെൽഫ് ഫിനാൻസ് തന്നെയായിരുന്നു. 10 രൂപ പോലും കടവുമില്ല. അതുപോലെ അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയത്തില്ലാത്ത ആൾക്കാർ ഇവിടെ ഇല്ല. ക്രിസ്തുമസ് നാളെ, ന്യൂ ഇയർ ഈ മാസം തന്നെയാണ് അവസാനം. ഈ സമയത്ത് ഞാൻ ഒരു 2ാം നില പണിതിട്ടുണ്ട്. വർഷോപ്പ് നടത്തിയത് 16 കസേര, ടീപ്പോ, അതിന് പറ്റി കമ്പനികൾ. ഈ വിദ്വാംസാൻ്റെ മകൻ വിജയൻ, സതു, കറുത്തപാലൻ സാറ്, വെളുത്തപാലൻ സാറ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് മരിച്ചു പോയി. കപ്പ, കോഴി, കള്ള്, 2 തലമുറയ്ക്കുള്ളതെല്ലാം ഞാൻ കഴിച്ചതാണ്. ഇപ്പം മദ്യം വേണ്ട, സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. സ്ട്രോക്ക് വന്നിട്ട് 12 വർഷമായി. രാത്രി 6:15 ആഹാരം കഴിച്ച് 7 മണിയാകുമ്പോൾ കിടക്കും. 11 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും, ഫിസിയോതെറാപ്പി ചെയ്യും. ഒറ്റയ്ക്ക് വരെ പോകും. പഴയ കാലത്തെ ഡോക്ടറിനെ അല്ല, എനിക്കറിയാൻ മേലാത്ത ഡോക്ടർക്കാർ കൂടുതൽ എനിക്ക് കാര്യം അറിയാം. എന്തെങ്കിലും പറഞ്ഞോളൂ. പഴയ കാലത്തെ പാച്ചുപിള്ളയുടെ കാര്യമോ AK പാച്ചുപിള്ളയുടെ കാര്യമോ അതൊന്നും പറയണ്ട, അതൊന്നും വേണ്ട. പിന്നെ വേറെ ഇത്രയും കാര്യങ്ങള്. 43 ലോറി ഉണ്ടായിരുന്നു ദാസൻ മോട്ടോഴ്സിന്. ആ മനുഷ്യൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ വിഷമിച്ചതിനെ വെച്ചത്. പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു. മഞ്ഞപ്പള്ളി രാമകൃഷ്ണപിള്ള പുള്ളിക്ക് പഴയ ധനാഢ്യ മുതലാളിയായിരുന്നു. അതൊക്കെ കുറേ പേര് കൊത്തിപ്പറിച്ചുകൊണ്ട് പോയി. പഴയ തിയേറ്റർ, ശ്രീകൃഷ്ണ തിയേറ്റർ ഒന്നുമില്ല. അത് മഞ്ഞപ്പള്ളിക്കാരുടെ ആയിരുന്നു. പിന്നെ സ്കൂളുകൾ പൂട്ടാനുള്ള കാരണം, സ്കൂളുകൾ കൂടാന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹൈസ്കൂള് നവകേരളയ്ക്ക് വന്ന് പിണറായി സർക്കാർ പുതുക്കി പണിയാനെന്നുള്ള രീതിയിൽ. മുമ്പുള്ള കാലം മുണ്ടശ്ശേരിയുടെ കാലം ഗവൺമെന്റ് സ്കൂൾ പണിത കാലം 60 വർഷം. ഞാൻ 50 വർഷമായുള്ളൂ. 60 വർഷം പഴക്കമുണ്ട്. അന്ന് കെട്ടണം ചിലർ ഇഷ്ടി കൊണ്ട് തന്നെയാണ്. ഇഷ്ടിയും മണലും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പൊൻകുന്നം താമരനെ അറിയാമല്ലോ. പിന്നെ പൊൻകുന്നം താമരൻ ജോൺ ചേച്ചിൻ്റെ മകൻ താമരൻ അറിയാം. കവി അവയാളുടെ ഒരു മകളാണോ ഭാര്യയാണോ അറിയത്തില്ല. പൊന്നും വർക്കി അറിയാം. ജോസഫ് മാനെ അറിയാം. ജോസഫ് മാനെ സിനിമ നടൻ. തക്കക്കൊച്ച് ജോസഫ് മാനെ, അയാളുടെ ചേട്ടൻ അനിയൻ KSRTC, ഇവരൊക്കെ അറിയാം. എന്നാ അധികം നേരം നിൽക്കത്തില്ല, ഞാൻ എന്നാൽ പോകട്ടെ. ശരി, ആയിക്കോട്ടെ.